ഇപ്പോൾ ഇന്ത്യക്കാരെ നാടുകടത്തിയ അമേരിക്കൻ നടപടിയുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ പ്രസ്താവന നടത്തുന്നു. തത്സമയ സംപ്രേഷണം. Engaging the US government to ensure that the returning deportees are not mistreated in any manner during the flight. At the same time, the House will appreciate that our focus should be on strong crackdown on the illegal migration industry, while taking steps to ease visas for the legitimate traveler. On the basis of information provided by returning deportees about the agents and others involved, law enforcement agencies will take necessary preventive and exemplary actions. I thank you. One second. Please take your seat. Honorable members, take your seat. Will you take your seat? The House has to be run on some rules. Yes, sir. Your leaders are aware of it. Sir, I am aware and this has... Please take your seat. Your party has not given your name. Honorable members, under Rule 251, a statement may be made by a minister on a matter of public importance with the consent of the chairman, but no question shall be asked at the time of the statement is made. 1 second. Have some patience. Don't jump the gun. My permission was taken by the Honorable External Affairs Minister to make the statement today. There was a request from the leader of the opposition, and that was agreed by the Parliamentary Affairs Minister and leader of the House, that looking to the public sentiment and need for clarity, some brief interventions may be allowed. I examined the request that came from both sides, and I took the call that I will വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൽറാം, ഈ വിലങ്ങണിയിച്ച് നാട് കടത്തിയ നടപടിയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? അമേരിക്ക പ്രതിഷേധം അറിയിക്കുമെന്ന് പറയുന്നുണ്ടോ? എന്താണ് വിദേശകാര്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത്? ഉന്മേഷ്, ഈ തിരികെ എത്തിയ ഇന്ത്യക്കാർ അവരുടെ കുടുംബാംഗങ്ങളോടും മാധ്യമങ്ങളോടും തങ്ങളെ മനുഷ്യത്വരഹിതമായാണ് പെരുമാറിയത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു. തുടർന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വിദേശകാര്യമന്ത്രി ഇപ്പോൾ രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്നാൽ ഒറ്റ വരിയിൽ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സർക്കാർ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. നിയമവിരുദ്ധമായി എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വിഷയം യുഎസുമായി ഉന്നയിക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം മറ്റു കാര്യങ്ങൾ വിശദീകരിച്ചത് ഇതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ ആദ്യമായല്ല അമേരിക്ക കയറ്റി അയക്കുന്നത് എന്നും 2009 മുതൽ ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറിയവരെ അമേരിക്ക തിരികെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട് എന്നുമാണ്. കൂടാതെ അനധികൃത മാർഗങ്ങളിലുള്ള കുടിയേറ്റത്തിന് ഇന്ത്യക്കാർ ഇരകളാകുന്നു എന്നും പലപ്പോഴും അവർക്ക് ജീവന ഹാനി പോലും അത്തരത്തിൽ അനധികൃത മാർഗങ്ങളിലൂടെ എത്തുമ്പോൾ കുടിയേറുമ്പോൾ സംഭവിക്കുന്നു എന്നുമാണ്. അമേരിക്കയുടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് 2012 മുതൽ ഈ നാടുകടത്തൽ പ്രക്രിയ നടത്തിവരുന്നത്. അതിന് സൈനിക വിമാനങ്ങളും ഒപ്പം തന്നെ സിവിലിയൻ വിമാനങ്ങളും ഉപയോഗിക്കാറുണ്ട് എന്നും ഇത്തരത്തിലുള്ള ഇവരെ കൈവിലങ്ങ് അണിയിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കൈവിലങ്ങുകളും കാൽവിലങ്ങുകളും അണിയിച്ചത്. എന്നാൽ അത് അമേരിക്കയുടെ നയമാണ് എന്ന വിശദീകരണമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ശുചിമുറികൾ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ഈ അവരുടെ കൈവിലങ്ങുകൾ അഴിച്ചു നൽകിയിരുന്നു എന്നുമാണ് വിദേശകാര്യമന്ത്രി വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത്.